ഈ പുഴ കടന്നാലെത്തുന്നത് ഒരു മനുഷ്യൻ്റെ സ്വപ്നങ്ങളുടെ നാട്ടിലേക്കാണ്. എവിടേക്കാണെന്നോ? നീലിമ്പുപുരിയിലേക്ക്. മാത്തച്ഛന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പള്ളിയെയും പട്ടക്കാരെയും പിരിയുന്ന വിഷമത്തോടെയെങ്കിലും അന്നമ്മ മാത്തച്ഛനെ അനുസരിച്ചു. ബോബനെയും കുറച്ച് പത്തിനെട്ട് തണ്ടും കൊണ്ട് അവർ നീലിമ്പുപുരിയിലേക്ക് പുറപ്പെട്ടു. പുതിയ പ്രഭാതം, പുതിയ മണ്ണ്, പുതിയ മണം. തേക്കിൻ്റെ മണമുള്ള നീലിമ്പുപുരിയിലെ കാറ്റ്. കഠിനാധ്വാനം ഫലം കണ്ടു. പത്തിനെട്ടൻ തഴച്ചു വളർന്നു. കപ്പ വേണ്ടത്ര പരിചയമില്ലാത്ത നീലിമ്പുപുരിക്കാർക്കിടയിൽ മാത്തനാര് വലിയ കച്ചവടം കണ്ടു. ജോർജ് ചായനും മക്കളും ദാസന്മാരും ഒപ്പത്തിനൊപ്പം നിന്നു. മാത്തനാര് മാത്തൻ മുതലാളിയായി മാറി. പള്ളിയായി, പള്ളിക്കൂടമായി. ഒരു നാൾ മാത്തനാരെ തേടി ഒരു സമ്മാനം വന്നു. ആരും പ്രതീക്ഷിക്കാത്തൊരു സമ്മാനം. അയാളെ വളർത്തുകയും തളർത്തുകയും ചെയ്ത സമ്മാനം. വീണു തുടങ്ങിയ മാത്തനാരെ തേടി ഞെട്ടിക്കുന്നൊരു വാർത്ത വന്നു. വെളുപ്പിന് നിസ്കാരത്തിന് പോയി മടങ്ങിയ ഇണ്ണിഹാജിയാണ് ആദ്യം കണ്ടത്. കപ്പയിലകൾക്കിടയിൽ ചോര, മനുഷ്യൻ്റെ ചോര. ആരാണ് പോയത്? മാത്തനാരുടെ മേൽക്ക് ആർത്തിരമ്പി പെയ്യുവാനായി ദുരന്തങ്ങളുടെ പേമാരി നീലിമ്പുപുരിയുടെ ആകാശത്ത് കാത്തുനിന്നു. മാത്യൂസ് കറി എഴുതിയ കപ്പ വിപ്ലവം.